വൈദിക സമിതി എന്നൊന്ന് നിലവിലില്ല. ഇങ്ങനെ നിലവിലില്ലാത്ത ഒരു സമിതി വിളിച്ചു ചേർക്കുവാൻ ശ്രമിക്കുന്ന മാർപ്പാപ്പയും സിനഡിനെയും ധിക്കരിച്ച് സഭയുടെ ദേവാലയങ്ങളിൽ തോന്നിവാസം കാണിക്കുന്ന ആക്രമണങ്ങളെയാണ് അരമനയിൽ വിളിച്ചു ചേർക്കുന്നത്. ഇതിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് സഭയിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇത് വിശ്വാസികൾക്ക് ഉതപ്പിന് കാരണമാണ്. അരമനയിൽ ഇങ്ങനെയുള്ള യോഗങ്ങൾ ചേരുവാൻ വിശ്വാസികൾ ഒരിക്കലും അനുവദിക്കരുത്. എല്ലാ വൈദികരും ഇതിൽ പങ്കെടുക്കുകയുമില്ല. അപ്പോൾ ഇത് വിമതരുടെ ഒരു കൂട്ടായ്മയും ഫെല്ലോഷിപ്പുമായി മാറും. സഭയെ ധിക്കരിക്കുന്നവർക്ക് സഭയിൽ നിലനിൽപ്പില്ല. കാരണം അവരുമൊത്തുള്ള യാത്ര എത്ര ദൂരം സഞ്ചരിച്ചാലും ദൈവമായ കർത്താവിലേക്ക് അല്ല, കർത്താവിൽ നിന്ന് അകലങ്ങളിലേക്കാണ്. വിമതർക്ക് ഇപ്പോൾ ഇന്ത്യൻ സഭയ്ക്കും സ്കോപ്പില്ല. എറണാകുളത്ത് നട്ട് വളരേണ്ടി വരും. മാർ ബോസ്കോ പുത്തൂർ വിമത വൈദികർക്കെതിരെ തന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നടപടികൾ എടുത്തു. എന്നാൽ അത് നടപ്പിലാക്കേണ്ടവർ പുത്തൂർ പിതാവിനെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം ഒഴികെ ബാക്കി എല്ലാ അതിരൂപതകളിലും പോയി സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും ആരാധനാക്രമം ഒരേപോലെ ആയിരിക്കണം എന്നതിനെ കുറിച്ചും മണിക്കൂറുകളോളം സംസാരിച്ചു. ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നവർക്ക് എറണാകുളം അതിരൂപതയിലെ സഭാവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്നത് നിർത്താൻ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന തന്നെ. മാർപ്പാമ്പ്ലാനി എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി മറുപടി പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജൂൺ 5 പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദിക്കണം, ട്രിബ്യൂണലിനെ ഏൽപ്പിച്ച കാര്യം എന്തായി എന്ന്. സിനഡ് പിതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ റോളൊന്നുമില്ലേ? സീറോ മലബാർ വിശ്വാസികളെ എത്ര നാൾ ഈ മഴയത്ത് നിർത്തും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇടവകകളിലെ വികാരി അതിരൂപതയിലെ മെത്രാൻ നിയോഗിച്ച ഒരു വോളണ്ടിയർ മാത്രമാണ്. അദ്ദേഹത്തിന് മെത്രാന്റെ ഇംഗിതത്തിനും നിർദ്ദേശങ്ങൾക്കും വിപരീതമായി പ്രവർത്തിക്കുവാൻ യാതൊരു അവകാശവുമില്ല. വിമതരുടെ ഈ വിധ പ്രവർത്തികൾ ക്രിസ്തീയമല്ല, സഭാത്മകമല്ല, സഭാ നിയമങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും എതിര് തന്നെയാണ്, യോജിച്ചതുമല്ല, അക്രമമാണ്. കത്തി കാണിച്ച് ഭയപ്പെടുത്തിയാണോ വഴക്കുകൂടി നിൽക്കുന്ന രണ്ടുപേരെ തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്നത്? വിമതരെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ ഭീകരരാണ്. നിങ്ങൾ സീറോ മലബാർ സഭയെ ഹൈജാക്ക് ചെയ്ത് നിങ്ങളുടെ ഭീകരതയുടെ അജണ്ട നടപ്പിലാക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ ക്രൂരതകൾ അനുഭവിക്കുന്ന വിശ്വാസികൾ കർത്താവിന്റെ നാമത്തിൽ വന്ന് ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തിയതുപോലെ വിശ്വാസികളുടെ സഭയെ രക്ഷിക്കുക തന്നെ ചെയ്യും.